നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് കാക്കയ്ക്ക് ആഹാരം കൊടുത്താലുള്ള ഫലങ്ങളെ പറ്റിയാണ്. അതായത് ദിവസവും കാക്കയ്ക്ക് ആഹാരം കൊടുത്താൽ ഞാൻ നക്ഷത്രങ്ങളുടെ ഫലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പേർക്കൊക്കെ മെൻഷൻ ചെയ്തിരുന്നു കാക്കയ്ക്ക് ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആഹാരം കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കേണ്ട രീതി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കുറച്ചെടുത്ത് കാക്കയ്ക്ക് കൊടുക്കുക എന്നാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പറ്റാത്തവരാണെങ്കിൽ മാത്രം ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് എള്ള് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചകളിൽ മാത്രം എള്ള് കൊടുക്കുക. കഴിയുന്നതും ഒരു എള്ളിൻ്റെ കുറച്ച് എള്ള് വാങ്ങി വെച്ചിട്ട് ആഹാരം കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് എള്ള് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. അപ്പോൾ അതിനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പേരുടെ അനുഗ്രഹം കിട്ടും. ഒന്ന് പിതൃക്കൾ, ഒന്ന് ശനീശ്വരൻ, പിന്നെ ഒന്ന് യമദേവൻ, അതായത് മരണത്തിൻ്റെ ദേവനായ യമദേവൻ. അപ്പോൾ ഇവരുടെ 3 പേരുടെ അനുഗ്രഹങ്ങളോടെ നമുക്ക് നമ്മുടെ രോഗങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു തുടങ്ങും. നമുക്ക് എന്തെങ്കിലും കഷ്ടതകളുണ്ടെങ്കിൽ അത് കുറഞ്ഞു തുടങ്ങും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങും. കുടുംബത്തിലെ ഐക്യം വർദ്ധിക്കും എന്നുള്ള ഒരു ഇതാണ്. കുടുംബത്തിലെ കലഹങ്ങളൊക്കെ അകലും. അതേപോലെ നമ്മുടെ ദാമ്പത്യ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ദാമ്പത്യ സുഖം വർദ്ധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല മാറ്റം നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങാൻ തോന്നും. നമുക്ക് ധനനഷ്ടമൊക്കെ സംഭവിച്ച് സാമ്പത്തികമായിട്ട് നല്ല ചിലവൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ കുറയാനായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവും. നമ്മുടെ ദുരിതങ്ങളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ വരും. കൂടാതെ നമ്മുടെ ആയുർദോഷങ്ങളൊക്കെ ഉള്ളവർ, മരണഭയം അല്ലെങ്കിൽ ആയുർദോഷങ്ങളൊക്കെ ഉള്ളവർ ഇത് ചെയ്തു വരുന്നത് നല്ലതാണ്. നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ശനിദോഷങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും ചെയ്യുക. അതുപോലെ പിതൃദോഷങ്ങളുള്ളവരൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഫലം അവരുടെ അനുഭവത്തിലുണ്ടാകും. അപ്പോൾ ദിവസവും കുറച്ച് എള്ള് ചേർത്ത് കാക്കയ്ക്ക് ആഹാരം കൊടുത്ത് ശീലിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ മഹാവഴിപാടുകളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഐശ്വര്യം നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.